നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഷാജി കടയ്ക്കൽ. അമ്പലക്കള്ളന്മാർ കടക്ക് പുറത്ത് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുമായി കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ട വിഷയം തെരഞ്ഞെടുപ്പ് സമയത്ത് LDF വിവാദ വിഷയമായി നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ ശബരിമല കൊള്ള ഉയർത്തി പ്രതിരോധിക്കാൻ കോൺഗ്രസ് ശ്രമം. രാഹുലിനെതിരെ പരാതിയുമായി മറ്റ് സ്ത്രീ കൂടി ഇന്നലെ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അമ്പലക്കള്ളന്മാർ കടക്കുപുറത്ത് എന്ന പുതിയ ക്യാമ്പയിന് കോൺഗ്രസ് നേതാക്കൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തുടക്കമിട്ടിരിക്കുന്നത്. ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ കവർ ഫോട്ടോ മാറ്റിയാണ് നേതാക്കളും അണികളും ക്യാമ്പയിൻ നടത്തുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ കവർ പേജ് മാറ്റി ഈ പ്രചരണത്തിന് തുടക്കമിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക പീഡന പരാതികൾ കടുത്ത നടപടിക്ക് കോൺഗ്രസ്. രാഹുലിനെ പുറത്താക്കണം എന്ന ആവശ്യമാണ് നേതാക്കൾക്കിടയിൽ പ്രധാനമായും ഉയരുന്നത്. MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടലിന് പരിമിതി ഉള്ളതിനാൽ നിലവിൽ സസ്പെൻഷനുള്ള രാഹുലിനെ പുറത്താക്കാനാണ് ഇനിയുള്ള നടപടി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ബലാത്സംഗ പരാതിയുമായി മറ്റൊരു യുവതി കൂടി രംഗത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചെന്ന് കാണിച്ചാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ പുതിയ പരാതി എത്തിയിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിക്കും KPCC പ്രസിഡന്റും യുവതി പരാതി അയച്ചതാണ് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ലഭിച്ച ബലാത്സംഗ പരാതി KPCC നേതൃത്വം പോലീസിന് മേധാവിക്ക് കൈമാറി. പരാതി കൈമാറിയ വിവരം കോൺഗ്രസ് നേതൃത്വം യുവതിയെ അറിയിച്ചു. ബാംഗ്ലൂരിൽ താമസിക്കുന്ന 23-കാരിയാണ് രാഹുലിനെതിരെ ബലാത്സംഗ പരാതിയുമായി രംഗത്തെത്തി. എന്നാൽ KPCC നേതൃത്വത്തിനാണ് യുവതി പരാതി നൽകിയത്. നിയമപരമായി നേരിടാൻ യുവതിക്ക് താൽപ്പര്യമില്ലാത്തതിലായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകി. എന്നാൽ പരാതി കോൺഗ്രസ് നേതൃത്വം പോലീസ് മേധാവിക്ക് കൈമാറുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ പുതിയ പരാതിയിൽ പ്രതികരിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് പരാതി ഉടൻ DGP കൈമാറിയെന്നും ഇതിനേക്കാൾ മാതൃകാപരമായ ഒരു പാർട്ടി എങ്ങനെ ചെയ്യുമെന്നായിരുന്നു സതീശന്റെ പ്രതികരണം. CPM പാർട്ടി സെക്രട്ടറിക്ക് മുൻപ് കിട്ടിയ പരാതികൾ പോലീസിൽ പോലും എത്തിയിട്ടില്ലെന്നും പീഡന പരാതികൾ CPMനുള്ളിൽ തീർത്ത ചരിത്രമാണുള്ളതെന്നും സതീശൻ വിമർശിച്ചു. കോൺഗ്രസ് തല ഉയർത്തിയാണ് നിലനിൽക്കുന്നതെന്നും ഇങ്ങനെ നിലപാടെടുത്ത ഒരു പാർട്ടിയും കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും വിഷയം പാർട്ടി ചർച്ച ചെയ്യുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ ബലാത്സംഗ പരാതിയിൽ പ്രതികരിച്ച് ഷാഫി പറമ്പിൽ MP, വിഷയത്തിൽ KPCC ഒരു നിലപാട് എടുത്തിട്ടുണ്ടെന്നും പരാതിയിൽ കോൺഗ്രസ് അല്ല അന്വേഷണം നടത്തുന്നതെന്നും അന്ന പരാതി ഉടൻ പോലീസിന് കൈമാറിയെന്നും ഷാഫി പറഞ്ഞു. CPM കൈകാര്യം ചെയ്യുന്ന പോലെ അല്ല, നിയമപരമായി തന്നെയാണ് കോൺഗ്രസ് കൈകാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഷാഫി പറമ്പിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ ബലാത്സംഗ പരാതിയിൽ പ്രതികരണവുമായി സുഹൃത്ത് ഫെന്നി നൈനാൻ. പരാതി പച്ചക്കള്ളമാണെന്നും പിന്നിൽ ഗൂഢാലോചനയെന്നും ഫെന്നി വ്യക്തമാക്കി. എന്തടിസ്ഥാനത്തിലാണ് അവർ ഇത്തരം പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും ഇന്ന് പരിഗണിക്കാനിരിക്കുന്ന ജാമ്യ ഹർജി തള്ളിക്കുവാൻ കൂടി വേണ്ടിയാണോ ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നതെന്നും സംശയമുണ്ടെന്നും ഫെന്നി പറഞ്ഞു. ആരോപണവുമായി ബന്ധപ്പെട്ട് DGPക്കും പരാതി അയച്ചിട്ടുണ്ടെന്നും പരാതി നൽകിയ വ്യക്തിക്കും വാർത്തയ്ക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഫെന്നി വ്യക്തമാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒടുവിൽ താമസിച്ചത് തമിഴ്നാട് കർണാടക അതിർത്തിയായ ബാംഗ്ലൂരിലെ റിസോർട്ടിലെന്ന് റിപ്പോർട്ടുകൾ. ബാംഗ്ലൂരിലെ റിസോർട്ടിൽ പോലീസ് എത്തുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയെന്നും ഞായറാഴ്ചയാണ് രാഹുൽ റിസോർട്ടിലെത്തിയെന്നും അതിനുശേഷം കർണാടകയിലേക്ക് കടന്നുവെന്നാണ് സൂചന. ഒളിവിലുള്ള രാഹുൽ കാറുകൾ മാറി മാറി ഉപയോഗിക്കുന്നതായും സംശയമുണ്ട്. ഇന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. താൻ നിരാഹാര സമരത്തിലാണെന്ന് രാഹുൽ സൂപ്രണ്ടിന് എഴുതി നൽകുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ രാഹുലിനെ നിരീക്ഷിക്കണമെന്ന് ജയിൽ വകുപ്പ് തീരുമാനിക്കുകയും പൂജപ്പുര ജില്ലാ ജയിലിൽ നിന്ന് സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയുമായിരുന്നു. ഇവിടെ ഡോക്ടറുടെ സേവനവും രാഹുൽ ഈശ്വറിന് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന കേസിൽ പ്രതികരണവുമായി CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മനുഷ്യബന്ധങ്ങൾക്ക് പാവനമായൊരു തലമുണ്ടെന്നും സ്നേഹബന്ധങ്ങളിലും അത് വേണമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. പ്രണയത്തിൽ മാന്യത വേണമെന്നും സ്ത്രീ ഉപഭോഗ വസ്തുവായി ആര് കണ്ടാലും തെറ്റാണെന്നും രാഹുൽ രാജി വെക്കണമെന്നും തെറ്റ് നിരന്തരം ആവർത്തിക്കുന്നത് അതൊരു നേട്ടമായി കൊണ്ടാടുന്നുവെന്നും ബിനോയ് വിശ്വം വിമർശിച്ചു. തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡയറക്ടർ ജോറോമിക് ജോർജ് അറിയിച്ചു. 047127731700 എന്ന ടോൾ ഫ്രീ നമ്പറിൽ പരാതികൾ അറിയിക്കാം. കൺട്രോൾ റൂം എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 വരെ പ്രവർത്തിക്കും. വെർച്വൽ ക്യൂ വഴി ശബരിമലയിലേക്ക് വരുന്ന തീർത്ഥാടകർ ബുക്ക് ചെയ്ത ദിവസം തന്നെ എത്തണമെന്ന് സന്നിധാനം സ്പെഷ്യൽ പോലീസ് ഓഫീസർ R. ശ്രീകുമാർ. ബുക്ക് ചെയ്ത ദിവസമല്ലാതെ ആ ടോക്കണുമായി വേറെ ദിവസം എത്തുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പ്രയാസം സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തിൽ നിന്ന് മത്സരിക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചത്. ഭരണം കിട്ടിയാൽ 45 ദിവസത്തിനകം വികസന പദ്ധതി പ്രഖ്യാപിക്കുമെന്നും തൃശൂർ പ്രസ് ക്ലബിന്റെ വോട്ട് വെബ് പരിപാടിയിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കേരളത്തിലെ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണം തടയാതെ സുപ്രീംകോടതി. എന്യൂമറേഷൻ ഫോം സമർപ്പിക്കുന്നതിൽ അവസാന തീയതി നീട്ടുന്നത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി നിർദ്ദേശം നൽകി. SIR പ്രക്രിയ നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ഉപയോഗിക്കരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു.
തദ്ദേശ വോട്ടെടുപ്പ് ദിവസങ്ങൾ പൊതു അവധി പ്രഖ്യാപിച്ച് പൊതുഭരണ വകുപ്പ്. തദ്ദേശ വോട്ടെടുപ്പ് നടക്കുന്ന ഡിസംബർ 9, 11 തീയതികൾ അതത് ജില്ലകളിലാണ് അവധി. ഡിസംബർ 9 തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, എറണാകുളം ജില്ലകൾ. ഡിസംബർ 11 തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ അവധി ബാധകമാണ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണം മട്ടിമറിക്കാൻ CPI-യുമായി ചേർന്ന് നീക്കം നടത്തിയ ബാങ്ക് ചെയർമാൻ NK അബ്ദുൾ-റഹ്മാനെ കോൺഗ്രസ് പുറത്താക്കി. തിരുവനന്തപുരം തോന്നക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ വിനോദയാത്ര പോയ ബസ് കോട്ടയം നെല്ലാപ്പാറയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടു. മൂന്നാറിൽ നിന്ന് തിരികെ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത്. നിയന്ത്രണം വിട്ട ബസ് ഒരു വശത്തേക്ക് മറിയുകയായിരുന്നു. അപകട സമയത്ത് 42 കുട്ടികളും 4 അധ്യാപകരുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ പാലയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. ഇന്ത്യ മാലിദ്വീപ് സൈനിക അഭ്യാസന തിരുവനന്തപുരത്ത് തുടക്കമായി. എക്സൈസ് എക്യൂവറൽ എന്ന് പേരിട്ടിരിക്കുന്ന സൈനികാഭ്യാസന 14ാം പതിപ്പാണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഈ മാസം 14 വരെയാണ് പരിപാടി. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമാധാനവും സ്ഥിരതയും ലക്ഷ്യം വെച്ചുള്ള പരിപാടിയാണ്. ഈ രാജ്യങ്ങൾക്കും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പരിപാടി നടക്കുന്നത്. TVK അധ്യക്ഷൻ വിജയുടെ റോഡ് ഷോയ്ക്ക് അനുമതി നൽകാനാകില്ലെന്ന് പുതുച്ചേരി പോലീസ്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി O പന്നീർസെൽവം OPS NDAയിൽ തിരിച്ചെത്തിയേക്കും. ദില്ലി BJP നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തി. സ്മാർട്ട് ഫോണുകളിൽ സഞ്ചാർ സാധി ആപ്പ് ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ വ്യാപക പ്രതിഷേധം തുടർന്നു. സ്വേച്ഛാധിപത്യ ഭരണകൂടം പൗരാവശ്യങ്ങൾ കണ്ടുകെട്ടുന്നതിനും നിയന്ത്രിക്കുന്നതിനും ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കുറ്റപ്പെടുത്തി. സഞ്ചാർ സാധി രഹസ്യാന്വേഷണ ആപ്പാണെന്നും അത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പരിഹാസ്യമാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. സർക്കാർ കാണാതെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സന്ദേശങ്ങൾ അയക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടാവണമെന്നും BJP രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തിലേക്ക് മാറ്റുകയാണെന്നും പ്രിയങ്ക വ്യക്തമാക്കി. ഫോണുകളിൽ നിന്ന് സഞ്ചാർ സാധി ആപ്പ് നിർബന്ധമാക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടി ന്യായീകരിച്ച് BJP വക്താവ് സംബിത് പാത്ര വാർത്താസമ്മേളനം നടത്തിയാണ് സഞ്ചാർ സാധി ആപ്പ് സംബന്ധിച്ച വിവാദത്തിൽ പ്രതികരിച്ചത്. സഞ്ചാർ സാധി ആപ്പ് ചാലവൃത്തിക്കുള്ളതല്ലെന്നും ഇതിൽ രാഷ്ട്രീയം കലർത്തുന്ന അനാവശ്യമാണെന്നും സംബിത് പാത്ര പറഞ്ഞു. കോൺഗ്രസ് ഹൈക്കമാൻഡുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വീണ്ടും കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടി. മൊബൈൽ ഫോണും സിഗരറ്റും ജയിലിൽ ലഭിക്കണമെന്ന് വിചിത്ര ആവശ്യമായി ജയിലിലെ തടവുകാർ 3 ദിവസമായ നിരാഹാര സമരത്തിൽ. ബാംഗ്ലൂരിലെ പരപ്പന അഗ്രഹാര ജയിലിലെ തടവുകാരാണ് സമരം ചെയ്യുന്നത്. കൊല്ലപ്പെടുന്ന അപകടങ്ങൾക്കിടയിൽ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ജയിലിലെത്തി കണ്ടു. സഹോദരി ഡോക്ടർ ഉസ്മാ ഖാൻ റാവൽപിണ്ടിയിലെ ആദിയാല ജയിലിലെത്തിയാണ് ഇമ്രാൻഖാനെ കണ്ടത്. ഏകാന്ത തടവിലുള്ള ഇമ്രാന് ശാരീരികമായ പ്രശ്നങ്ങളില്ലെന്നും എന്നാൽ മാനസികമായി സമ്മർദ്ദത്തിലാക്കാൻ ജയിൽ അധികൃതർ ശ്രമിക്കുകയാണെന്നും ഉസ്മ പറഞ്ഞു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.